ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലെല്ലാം നമ്മൾ ചെയ്യാൻ പോകുന്ന സ്പെൻഡറിൻ്റെ കാർബറ്റ് എങ്ങനെ അയച്ച് ക്ലീൻ ചെയ്യാനാണ്. അത് നമ്മൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഓക്കെ, വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് വെച്ചാൽ പെട്രോൾ ഓഫാക്കുക. പെട്രോൾ ടാപ്പ് എടുത്തിട്ട് ഓഫാക്കിയ ശേഷം പിന്നെ റൈറ്റ് സൈഡിൽ വന്നിട്ട് ഒരു യൂട്ടിലിറ്റി ബോക്സാണ് നമ്മൾ ഫസ്റ്റ് ഊരി എടുക്കേണ്ടത്. കണ്ടോ, അതിന് 2 ബോൾട്ട് ഉണ്ടാവും. കണ്ടോ, ഒരു 10ൻ്റെ ട്യൂബ് ഉപയോഗിച്ചാൽ നമുക്ക് ഊരാൻ കിട്ടും. ഒരു 10ൻ്റെ ഇതുപോലത്തെ ഒരു ട്യൂബ് ഉപയോഗിച്ചിട്ട് നമുക്ക് 2 ബോൾട്ട് വരണം. ഒരു ബോൾട്ട് ഉള്ള എമ്മിൽ 1 എമ്മിൽ കൂടെ നമ്മൾ ഒന്ന് ഊരിയാൽ മതി. നിങ്ങൾ 2 ഉണ്ടെങ്കിൽ 2 വരണം. ഓക്കെ, അതായത് ബോക്സ് നമ്മൾ ഊരി എടുത്തിട്ട് ഈ 8ൻ്റെ 2 ബോൾട്ട് ഉണ്ടാവും. കണ്ടോ, കാർബറ്റിൽ വരുന്ന സൈഡിൻ്റെ അടുത്ത് ഇൻസുലേറ്ററിൻ്റെ അടുത്ത് 2 ബോൾട്ട് ഉണ്ടാവും. അതുകൊണ്ട് ആ ഡബിൾ എൻഡ് വെച്ചിട്ടോ അല്ല റിങ് വെച്ചിട്ടോ നമുക്ക് സ്ലിപ്പാക്കാണ്ട പുറത്തേക്ക് ഊരാം. റിങ് ഉപയോഗിക്കുന്നതാണ് നല്ലത്, നമ്മൾ ഡബിൾ എൻഡാണോ അയക്കുന്നത്. അതുകൊണ്ട് ആ 2 ബോൾട്ടും ലൂസാക്കണം. പിന്നെ നേരെ ഒരു നമ്മളെ ആക്സിലേറ്ററിൻ്റെ സ്ലൈഡ് ഉണ്ടാവും. അത് നമ്മൾ ഫ്രീ ആയിട്ട് നല്ലോണം കൈ കൊണ്ട് തിരിച്ചങ്ങോട്ട് വരും, അല്ലെങ്കിൽ പ്ലെയർ ഒന്ന് എടുത്തിട്ട് തിരിച്ചാൽ നമ്മൾ സിമ്പിളായിട്ട് വരാൻ കിട്ടും. ആ 2 ബോൾട്ട് ലൂസാക്കി കണ്ടോ ഡബിൾ എൻഡ് ഇട്ടിട്ട് വരും. അതിൻ്റെ ബാക്കിൽ കാർബറിൻ്റെ ബാക്കോട്ട് പോണ നമ്മൾ എയർ ഫിൽറ്ററിൽ പോണ എയർ വലിക്കുന്ന ഒരു പൈപ്പിൻ്റെ അവിടെ ഒരു സ്റ്റാർ സ്ക്രൂ ഉണ്ടാവും. അത് വഹിക്കണം. ഞാൻ കാണിച്ചു തരാം. ഇത് അയച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. അതുകൊണ്ട് ഇത് ഇങ്ങനെ കുറച്ച് ലൂസാക്കി നമ്മൾ കൈ കൊണ്ട് ഊരിയാൽ കണ്ടോ സിമ്പിളായിട്ട് വരാൻ കിട്ടും. എയർ പൈപ്പൊക്കെ താഴോട്ടാക്കി വെച്ചതിന് ശേഷം ഈ സൈഡത്തെ ഈ ഒരു ബോൾട്ട് കൂടി ഉണ്ടാവും. 2 ബോൾട്ട് ഉണ്ടാവുക. ബോൾട്ട് നമുക്ക് ഇങ്ങനെ ഡബിളിൻ്റെ വെച്ചു ഊരാൻ റിങ് ഉപയോഗിക്കുകയാണെങ്കിൽ റിങ് ഉപയോഗിച്ചോളി. നമ്മൾ സ്ലിപ്പിലെ സ്പാനർ ഒന്ന് എടുത്ത് ഉപയോഗിക്കിയത്. അതിന് ശേഷം അതിൻ്റെ ആ ഒരു കാർബറിൻ്റെ ബാക്കോട്ട് പോകുന്ന എയർ പൈപ്പ് ഉണ്ടാവും. എയർ പൈപ്പിൻ്റെ അവിടെ ഒരു സ്റ്റാർ ഉണ്ട്. പിന്നെ ഇൻസുലേറ്റർ നിങ്ങൾ ഒരു മാർക്ക് നോക്കണം. നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ ആ ഒരു മാർക്ക് മുകളിലോട്ടാണ് വരിക. അയക്കുമ്പോൾ ജസ്റ്റ് നോക്കി വെക്കുക. ഉണ്ടോ, ഒരു മാർക്ക് ഒരു ഇൻസുലേറ്ററിന്മേൽ ഒരു വര ഉണ്ടാവും. ഒരു മാർക്ക് മുകളിലോട്ടാക്കി ഫിറ്റ് ചെയ്താൽ കറക്റ്റ് ഫിറ്റാകും. അതുകൊണ്ട് അതിൻ്റെ നമ്മൾ ഒരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് അതാ ഒരു ഞാൻ പറഞ്ഞില്ലേ ഹെയർ ഫിൽറ്ററിൽ പോണ ഒരു ഹോസ് ഹെയർ വലിക്കുന്നത് അത് ലൂസായി കൊടുക്കുക. ലൂസായി കൊടുത്താൽ നമ്മൾ സിമ്പിളായിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് വലിച്ചാൽ നമുക്ക് കാർബറേറ്ററും കൂടെ ഊരാൻ കിട്ടും. ആ സ്ക്രൂ നല്ല ലൂസായി കൊടുക്കണം, സ്റ്റാർ സ്ക്രൂ. നമ്മൾ പുറത്ത് വരുന്നതിന് ശേഷം നമ്മൾ അതിൻ്റെ താഴെ കണ്ടില്ലേ കാർബറിൻ്റെ നേരെ താഴത്ത് 2 സ്റ്റാറിൻ്റെ സ്ക്രൂ ഉണ്ടാകും. നമ്മൾ സ്റ്റാർ ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ട് പുറത്തേക്കും കൂടെ ഊരി 2 സ്റ്റാർ ഉപയോഗിച്ചാൽ കിട്ടും. എന്നിട്ട് ശേഷം നമുക്ക് ആ ചേമ്പറത്തെ പെട്രോൾ വരുന്ന കപ്പ് നമ്മൾ പുറത്തേക്ക് ഊരാൻ കിട്ടും. അതുകൊണ്ട് പെട്ടെന്ന് ചിലപ്പോൾ ഇങ്ങനെ തട്ടി കിട്ടിയില്ലെങ്കിൽ ഒരു സ്ക്രൂ ഡ്രൈവറിൻ്റെ തല എടുത്തിട്ട് നല്ല തട്ടിയാൽ മതി. നമ്മൾ കണ്ടോ സിമ്പിളായിട്ട് വരാൻ കിട്ടും. ഓറിങ്ങൊക്കെ ഉണ്ടോ നോക്കാം. കണ്ടോ, ഇത് കംപ്ലൈൻറ്റ് എന്ന് വെച്ചാൽ കണ്ടോ ഫുള്ള് വെള്ളമാണ്. കണ്ടില്ലേ, ഈ ഒരു കസ്റ്റമർ പറഞ്ഞു വെച്ചാൽ മൈലേജ് തിരെ കിട്ടുന്നില്ല, വണ്ടി ഓടിക്കുമ്പോൾ വലി കിട്ടില്ല, മിസ്സിങ് ആണെന്നായി പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് അയച്ചു നോക്കിയാണ് കാർബറേറ്ററൊക്കെ മാറ്റിയെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ കണ്ടോ കാർബറേറ്ററൊക്കെ പുതിയ കാർബറേറ്ററാണ്. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഈ കുപ്പിയിലൊക്കെ വാങ്ങി പെട്രോൾ ഒഴിക്കലുണ്ടായി എന്നാണ് പറഞ്ഞത്. അങ്ങനെ അല്പം കയറിയതായിരിക്കും കാർബറേറ്ററിൽ വെള്ളം ഇറങ്ങിയ. കണ്ടോ, ഈ നീഡിലാണ്, പുതിയ നീഡിലാണ്, പുതിയ കാർബറേറ്ററാണെന്ന് തോന്നുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതേ മോഡൽ എന്നാണ്. കണ്ടോ സൈഡിൽ ഇങ്ങനെ 2 ജെറ്റ് അയക്കണം. ഏതായാലും കാർബറേറ്റർ അയക്കുമ്പോൾ എന്താ വെള്ളമായാലും മൈലേജ് ഇല്ലെങ്കിൽ നമ്മളൊരു ജെറ്റ് അയച്ച് എന്തായാലും ക്ലീൻ ചെയ്യണം. ആ ജെറ്റ് 5 ലിറ്റർ ജെറ്റാണ്. അത് നമ്മൾ ഫസ്റ്റ് ലൂസാക്കി ആ ഒരു ജെറ്റ് പുറത്തേക്ക് എടുക്കണം. കണ്ടില്ലേ, ആ പൂപ്പിൽ കയറിക്കുന്നത് കണ്ടില്ലേ. പുതിയ കാർബറേറ്ററാണെന്ന് പറഞ്ഞ കാര്യമില്ല. കണ്ടില്ലേ, എത്ര കിലോമീറ്റർ കഴിയുമ്പോൾ ക്ലീൻ ചെയ്ത് കൊടുക്കണം എന്നാണ്. അതിനാണ് പിന്നെ നമ്മൾ അതിൻ്റെ മുകളിലത്തെ വലിയ എയർ ജെറ്റ് പിന്നെ പുറത്തേക്ക് ഊരി അതും പൂപ്പൽ ചെറുങ്ങനൊക്കെ കയറിക്കുന്നാൽ അതിൻ്റെ ഹോൾസൊക്കെ നമ്മൾ നല്ലോണം ക്ലീൻ ചെയ്യണം. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. അതുകൊണ്ട് ഇത് അങ്ങനെ മഴക്കാലമൊക്കെ ആണ്. അതുകൊണ്ട് നിങ്ങൾ കുപ്പിയൊക്കെ എടുക്കുമ്പോൾ സൂക്ഷിക്കണം. കണ്ടോ, ഓയിൽ കണ്ടില്ലേ ഫുള്ള് വെള്ളമാണ് കണ്ടറിയാം. അതുകൊണ്ട് നമ്മൾ കുപ്പിയിലൊക്കെ എടുക്കുമ്പോൾ അങ്ങനത്തെ വെള്ളം എന്തോ ഇല്ലാത്ത കുപ്പി എടുത്ത് വയ്ക്കണം. ചെറിയ ഇതിൽ കുടുങ്ങിയാൽ മതി. പിന്നെ ആ ഒരു വലി ഉണ്ടാവില്ല, മിസ്സിങ് ആയിരിക്കും. അങ്ങനെയൊക്കെ ഇത് വരാണ്ട് ഇത് നമുക്ക് ശരിക്കും ടാങ്ക് കൂടി അയച്ച് ക്ലീൻ ചെയ്യും. പക്ഷേ ആ ഒരു ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താനായില്ല, അത് വേറൊരു വീഡിയോയിൽ ഇട്ടുതരാം. അതുകൊണ്ട് നമ്മൾ ഒരു പെട്രോൾ ഒഴിച്ചിട്ട് ഇങ്ങനത്തെ ഒരു കാർബണിൻ്റെ ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നാക്കി ക്ലീൻ ചെയ്യുക. ഉള്ളൊക്കെ നല്ല ക്ലീൻ ചെയ്തിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എയർ അടിക്കുക. എയർ ഗൺ എടുത്തിട്ട് നമ്മൾ കാർബറ്റ് ക്ലീൻ ചെയ്യുമ്പോൾ എന്തായാലും എയർ അടിച്ച് കൊടുക്കണം കേട്ടോ. നിങ്ങൾ എവിടെ നിന്നെങ്കിലും ചെയ്യുകയാണെങ്കിലും വീട്ടിൽ നിന്ന് ചെയ്യുകയാണെങ്കിലോ എവിടെന്നെങ്കിലും എയർ അടിച്ചാലോ കണ്ടീഷനായിട്ട് നമ്മളെ ജെറ്റിൻ്റെ ഉള്ളിലുള്ള ഹോൾസുകളും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയറായി പോയി കഴിയും കേട്ടോ. ഉണ്ടാകുമ്പോൾ അങ്ങനെ നമ്മൾ കണ്ടില്ലേ ഇങ്ങനെ എയർ അടിക്കുക, നമ്മളെല്ലാത്തിലും എയർ അടിക്കുന്നത് കാണാനാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളങ്ങനെ ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, നല്ല കണ്ടീഷനാവും. നമ്മളെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഇതുപോലത്തെ വീഡിയോസിനായിട്ട് അങ്ങനെ നമ്മൾ ഫുള്ള് പെട്രോളൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്താണ്. കണ്ടോ, എല്ലാ ഹോൾസൊക്കെ നമ്മൾ എയർ അടിച്ച് റെഡിയാക്കി. പിന്നെ നമ്മളെ ജെറ്റുകളാണ്. ജെറ്റുകൾ നിങ്ങളെന്ന് വെച്ചാൽ കണ്ടോ ഇതുപോലത്തെ ബ്ലേഡോ കണ്ടീഷനായിട്ട് ഓവർ എഴുതാണ്ട് നല്ല ഈ കരടൊക്കെ ഉണ്ടെങ്കിൽ ഈ റെസ്റ്റും
ഈ പൂപ്പലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാനുള്ള രീതി ചെയ്താൽ മതി. എന്നിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ഹോൾസുകളൊക്കെ എയർ അടിച്ച് നല്ലോണം തുറക്കണം. നമ്മളിൽ എയർ ഗൺ ഉണ്ടായിക്കൊണ്ടാണ് നമ്മൾ എയർ അടിച്ചിട്ട് എല്ലാം ഹോൾസ് നോക്കിയിട്ടാണ്. ചെറിയ എന്തോ ബ്ലോക്കിൽ എയർ ബോൾസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വയറിൻ്റെ പീസ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ പിന്നെ അതുണ്ടാവില്ലേ വരല്ലേ, അതെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കിയിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക. നമ്മളെ സാധാരണ വീട്ടിൽ വയറൊക്കെ ഉണ്ടാവില്ല, അതിൻ്റെ ഉള്ളിൽ ഈ വയറിൻ്റെ കമ്പി ഉണ്ടാവും, അതൊക്കെ എടുത്തിട്ട് ക്ലീനാക്കി കൊടുക്കുക. നമ്മളെ ഫ്ലോട്ട് ഒക്കെ അയച്ച് പെട്രോൾ ഫ്ലോട്ടൊക്കെ അയച്ച് നല്ലോണം പെട്രോളൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അതുകൊണ്ട് നീഡിലൊക്കെ പുതിയ നീഡിലാണ്. ഈ നീഡിൽ നമ്മൾ ചെറിയ ഈ കരടുകളൊക്കെ നീഡിൽ കുടുങ്ങിയാൽ സ്റ്റക്കായി പോവും. പിന്നെ പെട്രോൾ ഓവർഫ്ലോ എന്ന് പറയല്ലേ, ഓവർഫ്ലോ വന്നുകൊണ്ടേ നിൽക്കുക. അതുകൊണ്ട് നീഡിലും ഇതൊക്കെ നോക്കി കൊടുക്കുക. അങ്ങനെ എന്തോ കംപ്ലൈൻറ്റ് ഉണ്ടോ ഇതിൽ ഫുള്ള് ഒരു ചേമ്പറത്ത് ഇതിലൊക്കെ കരട് കുടിക്കുന്നു. അതുകൊണ്ട് അതൊക്കെ നല്ലോണം ക്ലീൻ ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ ഓറിങ് ഉണ്ടല്ലേ, അത് നോക്കി കൊടുക്കണം. നമ്മൾ തിരിച്ച് ഫിറ്റ് ചെയ്യുമ്പോൾ അത് അങ്ങനെ നമ്മൾ തിരിച്ച് വലിയ ജെറ്റ് ഫിറ്റ് ചെയ്ത് ക്ലീനൊക്കെ ചെയ്ത് എയറൊക്കെ അടിച്ച് ഇതിൻ്റെ ഡബിൾ എൻഡ് വെച്ചുകൊണ്ട് ടൈറ്റായി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് അതിൻ്റെ അടുത്തില്ലേ പിന്നെ പൈലറ്റ് ജെറ്റാണ്, ചെറിയ ജെറ്റ്, അതൊക്കെ നമ്മൾ എയർ അടിച്ച് റെഡിയാക്കി ക്ലീൻ ചെയ്ത് വെച്ചാണ്. അത് നമ്മൾ ഒരു മൈനസ് സ്ക്രൂ ഡ്രൈവർ വെച്ച് ടൈറ്റായി കൊടുക്കുക. ടൈറ്റ് വെച്ചിട്ട് ഇപ്പോൾ അടുത്തതാണ് നമ്മൾ പിന്നെ ഈ ഫ്ലോട്ടും നീഡിലും ഫിറ്റ് ചെയ്യേണ്ടി ഞാൻ കാണിച്ചു തരാം. അത് നമ്മൾ ഒരു ഫ്ലോട്ട് എടുത്തിട്ട് നീഡിൽ അതിലേക്ക് ഉള്ളിൽ നിന്ന് ഉള്ളോട്ട് കയറ്റിയാൽ കഴിഞ്ഞ് ആ ഒരു ഇതിൻ്റെ ഉള്ളിൽ ഒരു കരടോ ചെറിയ കല്ലുപൊടിയോ അങ്ങനെ എന്തെങ്കിലും കുടുങ്ങിയാലൊക്കെയാണ് ഈ ഓവർഫ്ലോ വരിക. പെട്രോളും ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടേ നിൽക്കല്ലേ, അതുകൊണ്ട് അതേ മോഡലാണ് ഇത് വരികയാണെന്നിട്ട് നമുക്ക് ആ ഒരു പിന്നെ അങ്ങോട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം നമുക്ക്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ക്ലീൻ ചെയ്താണ്ടോ ആ ഒരു പിന്നെ ചേമ്പത്തെ പെട്രോൾ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കണം. അപ്പോൾ ചെക്ക് ചെയ്യണം, ഇങ്ങനെ ചെക്ക് ചെയ്താൽ മതി. താന്ന് പൊന്തി കളിക്കും. അതുപോലെ മറ്റേ കാർബണിൻ്റെ കപ്പിൽ പെട്രോൾ വന്ന് നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക് ഇത് പൊന്തുമ്പോൾ അവിടെ ലോക്ക് സ്റ്റോപ്പ് ആവും, അങ്ങനെയാണ് വരിക. അതുകൊണ്ട് അതിലെന്തെങ്കിലും മണ്ണോ കരടോ കുടുങ്ങിയാലാണ് നമ്മൾ ഓവർഫ്ലോ വരിക. അതിന് ശേഷം നമ്മളിത് അങ്ങോട്ട് അടുപ്പ് ഈ ചേമ്പറത്തെ കപ്പ് നമ്മൾ അങ്ങോട്ട് മേടിച്ചിട്ട് സ്റ്റാർ നമ്മൾ നേരത്തെ അയച്ച് അതേ മോഡൽ തന്നെ അങ്ങോട്ട് തിരിച്ച് സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ടൈറ്റായി കൊടുക്കണ്ടോ. ആ ഒരു സ്റ്റാർ സ്ക്രൂ രണ്ട് സൈഡ് ഓറിങ് ഇടാൻ മറന്നു പോയതേ. ആ ഓറിങ് രണ്ട് സൈഡിൽ ആ ഒരു സ്ക്രൂ ഇട്ടിട്ട് ഓറിങ് ഇട്ടില്ലെങ്കിൽ ലീക്കായും കാർബറേറ്റർ ഫുള്ള്, അതുകൊണ്ട് ഇടാൻ മറന്നു പോയത്. അതുകൊണ്ട് നമ്മൾ ഇത് കാർബറേറ്റർ മാത്രം ക്ലീൻ ചെയ്യുന്ന എടുത്തില്ലോ, അതുകൊണ്ട് അല്ലാണ്ട് എയർ ഫിൽറ്ററോ പിന്നെ ഇത് നോക്കുന്ന എടുത്തില്ല. അതുകൊണ്ട് വെള്ളം കയറിയതാണ്, അതിനെക്കൊണ്ടാണ് നമ്മളതൊന്നും എടുക്കാതെ. ടാങ്ക് എന്തായാലും ക്ലീൻ ചെയ്യണം, ടാങ്കും പിന്നെ പെട്രോളിൻ്റെ ടാപ്പും നമ്മൾ ക്ലീൻ ചെയ്യുക. നിങ്ങൾ വീട്ടിൽ നിന്നൊക്കെ ചെയ്യുകയാണ്, നമ്മൾ കാർബറേറ്റർ മാത്രം അയച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. ക്ലീൻ ചെയ്തിട്ട് ടാങ്കിൽ വെള്ളം ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവും, അതുകൊണ്ട് അതും കൂടി നോക്കി കൊടുക്കണം. ഇതിൽ ഞാനത് കാണിച്ചില്ല. അതിനുശേഷം നമ്മൾ അയച്ചപ്പോൾ തന്നെ ഒരു ഇൻസുലേറ്റർ പറഞ്ഞില്ലേ നേരെ ആ ഒരു മാർക്ക് മുകളിലോട്ട് നോക്കിയിട്ട് വെക്കണം. ആ ഒരു വരല്ല മാർക്കില്ല, ഒരു മുന്നോട്ടുള്ളൊരു വര മാർക്കുണ്ട്, അത് നമ്മൾ നേരെ ടോപ്പിലാക്കി വെച്ചിട്ട് നമുക്ക് ആ ഒരു ഊരിയ 2 ബോൾട്ട് അങ്ങോട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ശേഷം ആ 2 ബോൾട്ട് ടൈറ്റായി കൊടുക്കണം. ആ ടൈറ്റായി കൊടുത്താൽ ബാക്കത്തെ ഒരു സ്റ്റാർ ബോൾട്ടില്ല എയർ പൈപ്പിൻ്റെ, അതൊന്ന് ടൈറ്റായി കൊടുക്കുക. അതിന് ശേഷം നമുക്കാണ് അതിൻ്റെ മുകളിലെ സ്ലൈഡ് ആക്സിലേറ്ററിൻ്റെ സ്ലൈഡ് ഫിറ്റ് ചെയ്യണം. സ്ലൈഡ് ഫിറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഇത് ഇങ്ങനത്തെ 2 ബോൾട്ട് വെച്ച് നമ്മൾ ഡബിൾ എൻഡ് വെച്ച് ടൈറ്റാക്കുകയാണ്. ടൈറ്റാക്കിയിട്ട് അത് അപ്പുറത്ത് കണ്ടില്ലേ ടൈറ്റായി കൊടുക്കണം. ആ ഒരു ബാക്കിൽ എയർ പൈപ്പിൻ്റെ എയർ ഫിൽറ്ററിന് വരുന്ന ഒരു ഹോസിൻ്റെ ഇത്. അതിന് ശേഷം നമുക്ക് ആ ഒരു സ്ലൈഡ് ഫിറ്റ് ചെയ്യാം. സ്ലൈഡ് ഫിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലിടുമ്പോൾ തിരിച്ച് ഏത് ഫീലാണ് ഫുള്ളായിട്ട് ഇറങ്ങുന്നത് നോക്കണം. കണ്ടല്ലോ ആ സ്ലൈഡ് ഒരു പൊസിഷനിൽ ഇറങ്ങും, അതിൽ ഫുള്ള് ഇറങ്ങുന്നതിൽ വെച്ചിട്ട് നേരെ താത്തിട്ട് ഒരു ലോക്കായി കൊടുക്കുക, ടൈറ്റായി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ആക്സിലേറ്ററും പിടിച്ച് ഫ്രീ ആണോ നോക്കുക. കണ്ടോ ഫുള്ള് ആക്സിലേറ്റർ ഗ്രിപ്പ് വരുന്നുണ്ട് നോക്കുക. അതിന് ശേഷം നമുക്ക് ജസ്റ്റ് പെട്രോൾ ഓണാക്കി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. കണ്ടോ പെട്രോൾ ഓഫാക്കിയിട്ടൊക്കെ പൈപ്പ് അതിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ ടാങ്കൊക്കെ ക്ലീൻ ചെയ്താണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കായിട്ടാണ്. നമ്മൾ ചാവി ഓഫാക്കി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. പെട്രോളൊക്കെ ഇറങ്ങുന്നുണ്ടോ നോക്കണം നിങ്ങൾ, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. ഓക്കെ സ്റ്റാർട്ടായി. നമുക്കൊന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം.